നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പഞ്ചാബ് എഫ് സി അവരുടെ ഡ്രീം സ്റ്റാർട്ട് തുടരുകയാണ്. അതങ്ങനെ നിലനിർത്തുകയാണ്. തുടർച്ചയായ മൂന്നാം മത്സരവും അവർ വിജയിച്ചിരിക്കുന്നു. 9 പോയിന്റോടെ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ് ISL പഞ്ചാബ് എഫ് സി ഉള്ളത്. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് ഹൈദരാബാദ് എഫ് സിയെ പരാജയപ്പെടുത്തിയത്. അർജന്റീൻ താരം ഇസിക്കിയൽ വിഡാലും മാർസിയാക്കുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. ഹൈദരാബാദിന്റെ ഡിക്കൂഞ്ഞക്ക് റെഡ് കാർഡ് കിട്ടി എന്നുള്ളതും ഈ കളിയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. മത്സരത്തിൽ നിഹാൽ, സുധീഷ്, ബക്കേങ്ക, ഇസിക്കിയൽ വിഡാൽ എന്നിവരെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു പഞ്ചാബ് എഫ് സിയുടെ മുന്നേറ്റം. മറുഭാഗത്ത് ഗോദാറും അതുപോലെ മുർഗോങ്കറും ചേർന്നുകൊണ്ടാണ് ഹൈദരാബാദ് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 35-ാമത്തെ മിനിറ്റിലാണ് ഇസിക്കിയൽ വിഡാലിലൂടെ പഞ്ചാബിന്റെ ലീഡ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 71-ാമത്തെ മിനിറ്റിലാണ് മെഴ്സയാക്കിന്റെ ഗോൾ വരുന്നത്. അതോടുകൂടി 2-0 എന്ന അപരാജിത ലീഡിലേക്ക് അവർ പോയി. 78-ാമത്തെ മിനിറ്റിലായിരുന്നു ഡിക്കുഞ്ഞയുടെ റെഡ്. എന്തായാലും മത്സരം അവസാനിക്കുമ്പോൾ 2-0 വിജയം പഞ്ചാബ് എഫ് സി സ്വന്തമാക്കുന്നു. അതോടുകൂടി കളിച്ച 3 കളികൾ 3 വിജയിച്ച് 9 പോയിന്റോടെ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി ഉള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.